LNGP ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും ചേരുന്നു തത്സമയം. അച്യുതൻ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണിത്. NIA പൂർണ്ണമായും ഈ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന, പോലീസ് ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ഏജൻസികളൊക്കെ ശേഖരിച്ച വിവരങ്ങളെല്ലാം NIAക്ക് കൈമാറും. അത്തരം വിശദാംശങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ എന്താണ്? നിലവിൽ ഈ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്നിരിക്കുന്ന സ്ഫോടനത്തിന്റെ സ്വഭാവം വ്യക്തമായതോടുകൂടിയാണ് ഇപ്പോൾ ഈ കേസ് NIAക്ക് കൈമാറാനുള്ള തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. അതിൽ NIAയുടെ DG ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു ആ യോഗത്തിന്റെ ഭാഗമായത്. ആ യോഗത്തിന് ശേഷം എന്താണ് ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ, വിലയിരുത്തലുകൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ അറിയിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയം ഈ സ്ഫോടന കേസ് ഇപ്പോൾ NIAക്ക് കൈമാറിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സ്ഫോടനത്തിന്റെ സ്വഭാവം, അതിനൊരു ഭീകരബന്ധമുണ്ട് എന്ന് തന്നെയായിരിക്കും, ആ ദിശയിൽ തന്നെയായിരിക്കും വിരൽ ചൂണ്ടുക. കാരണം ഭീകരബന്ധമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് NIA അന്വേഷിക്കുന്നത്. അതിനായി തന്നെയാണ് NIA രൂപീകരിച്ചിരിക്കുന്നതും. അപ്പോൾ ഈ ഡൽഹി ചെങ്കോട്ടിൽ നടന്ന സ്ഫോടനത്തിന് അതിന് പിന്നിലൊരു ഭീകരവാദവുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നിലവിലെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ എന്ന് തന്നെ ഇതിൽ നിന്ന് അനുമാനിക്കാം. ഒപ്പം തന്നെ മറ്റു ചില കണ്ടെത്തലുകൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണം അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ കേന്ദ്രീകരിച്ചാണ് എന്നതാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം ഇവർക്ക് മുസാമിൽ, ആദിൽ, ഉമർ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതിന്റെ രേഖകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷഹീന ഇടയ്ക്കിടെ കശ്മീർ സന്ദർശിച്ചു. അവിടെ ചില ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകി എന്നതും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്.